ഈ ഗണപതിയെ നമ്മൾ ഉപാസിക്കുന്നത് ഇതൊക്കെ തന്നെ സങ്കല്പം ഇതൊക്കെ തന്നെ, പക്ഷെ നാമത്തിന് അല്പം വ്യത്യാസമുണ്ട്. ഏവർക്കും പെട്ടെന്ന് കാര്യം നടക്കാനുള്ള ഒരു ഇത് തന്നെയാണ്, ജപിക്കാവുന്നതാണ്, അതിന്റെ ഫലവും കിട്ടും. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണപതി പൂജയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയാണ്. തിരുമേനി നമസ്കാരം. തിരുമേനി, ഒരുപാട് പല ഗണപതിയുടെ പല രൂപങ്ങളും പല ഭാവങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഗണപതി ഭഗവാൻ, ഈ ഗണപതി ഭഗവാനെ പൂജിച്ചാൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഐശ്വര്യം കിട്ടും എന്നാണോ പറയുന്നത്? വാക്കുകൊണ്ട് തന്നെ അർത്ഥമാണത്. ക്ഷിപ്രപ്രസാദി. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഈ ഗണപതി ഉപാസന അല്ലെങ്കിലും കാര്യസാധ്യത്തിന് അതിഗംഭീരാണ്, അതികേമാണ്. അതാണ് നമ്മൾ ഗണപതിക്ക് വെച്ച് ഒരു കാര്യം തുടങ്ങുന്നത്, പെട്ടെന്ന് കാര്യം. അത് ഏത് ദേവപൂജ കഴിക്കണമെങ്കിലും ഗണപതി പൂജ വേണം. ഏത് ദേവന് പൂജ കഴിച്ചാലും അതിന്റെ ലെഫ്റ്റില് ഗുരുവിനും റൈറ്റ് സൈഡില് ഗണപതിക്കും പൂജ കഴിച്ചാൽ ദേവന് പൂജ കഴിക്കാൻ പറ്റും. അപ്പൊ ആ ഗണപതി പൂജ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടുള്ള അതിൻ്റെ ഇതായേക്കണേ. അപ്പൊ ആ ഗണപതി ഉപാസന അല്ല ഗണപതിയുടെ പ്രാർത്ഥന എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം തരുന്നു, എല്ലാ ഐശ്വര്യത്തെ നിൽക്കം തരുന്നു. നേരിട്ട് മഹാദേവന്റെയും ശ്രീപാർവതിയുടെയും പൂർണ്ണാനുഗ്രഹം കിട്ടുന്നതെങ്കിലാണ് ഗണപതി ഉപാസനയുടെ. കാരണം ശിവശക്തി സങ്കല്പമാണ് ലോകത്തെ ഏറ്റവും വലിയ സങ്കല്പം. ഗണപതി നിരവധിയുണ്ട്. ചെങ്കണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്, അങ്ങനെ നിരവധി ഗണപതികളുണ്ട്. അതില് ക്ഷിപ്രപ്രസാദി എന്ന് പറയുന്ന ഗണപതി, അത് പെട്ടെന്ന് പ്രസാദിക്കുക. അതായത് നമ്മളൊരു മിനിറ്റുകളൊന്നും വേണ്ട, പെട്ടെന്ന് ഗുണം കിട്ടുക. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഗണപതി ഭഗവാനുണ്ട്. അതായത് ഇപ്പൊ നമ്മള് രാവിലെ എക്സാമിന് പോവുകയാണ്, ഭഗവാനെ കൂടെ, കാരണം ബുദ്ധിയുടെ രാക്ഷസനും കൂടിയാണ് അദ്ദേഹത്തെ ഗുണം. അതുപോലെ നമ്മൾ ഇന്ന് അറിയാതെ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു കാര്യം നടക്കാൻ പോകണം, നടത്തി തന്നെ അതിനെ ഉപാസിക്കാം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാര്യസാധ്യത, അതായത് ശീഘ്രം താമസം വിന നമുക്ക് അനുഭവയോഗ്യമാകാനൊക്കെ ഈ ക്ഷിപ്രപ്രസാദ ഗണപതിയെ ഉപാസിക്കണം. നമ്മള് സങ്കല്പം സാധാരണ ഗണപതി സങ്കല്പം തന്നെ മതി. അതിന്റെ നാമം ഇപ്പൊ സാധാരണ ഗണപതി നമ എന്ന് പറയുന്ന നാമമാണ് നമ്മൾ ജപിക്കുന്നത് എങ്കിൽ അതിന്റെ നാമം വ്യത്യാസമുണ്ട് എന്നാണ് മാത്രം. നാമവ്യത്യാസമുണ്ട്. കാരണം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് തന്നെ ഇതേ അർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് നാമം ജപിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഗണപതി ഉപാസകന്മാരൊക്കെ രാവിലെ ഏത്തയിടുക, അല്ലെങ്കിൽ 108 തവണ ഗണപതിയെ നമാന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ നാളികേരം ഉടയ്ക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് കറുകമാല ചേർത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗണപതിയെ നമ്മൾ ഉപാസിക്കുന്നത് ഇതൊക്കെ തന്നെ സങ്കല്പം ഇതൊക്കെ തന്നെ, പക്ഷെ നാമത്തിന് അല്പം വ്യത്യാസമുണ്ട്. ഗം ക്ഷിപ്രപ്രസാദനായ നമ, ഗം ക്ഷിപ്രപ്രസാദനായ നമ. ഗം എന്ന് പറഞ്ഞ ഗണപതി തന്നെയാണ്. ക്ഷിപ്രപ്രസാദന, പെട്ടെന്ന് പ്രസാദിക്കുക. ഇത് ഒരു നാമ, ഗണപതി നമ എന്ന് പറഞ്ഞ പോലെ ഒരു നാമാണ്. ഗം ക്ഷിപ്രപ്രസാദനായ നമ, ഗം ക്ഷിപ്രപ്രസാദനായ നമ. ഒരു 108 എന്ന് വെച്ചാൽ ഇന്നൊരു ഇൻസ്റ്റന്റ് ആയ ഒരു കാര്യ സാധ്യതയ്ക്കൊക്കെ അത് ഗംഭീരാണ്. അതുപോലെ പെട്ടെന്ന് ഗണപതിയെ പ്രസാദിക്കാനും ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഈ ഗണപതിയുടെ ഒരുപാട് നാമങ്ങൾ, ഒരുപാട് മന്ത്രങ്ങൾ, ഐശ്വര്യത്തിന്, വശീകരണത്തിന്, ബിസിനസ്സിന് ഭംഗിയുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ നമുക്കത് ഒരു മാലയായിട്ട് എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഈ ക്ഷിപ്രപ്രസാദനായ നമ എന്നുള്ളത് ഏവർക്കും പെട്ടെന്ന് കാര്യം നടക്കാനുള്ള ഒരു ഇത് തന്നെയാണ്, ജപിക്കാവുന്നതാണ്, അതിന്റെ ഫലവും കിട്ടും. വളരെ ഗംഭീരം. സാധാരണ ജപശക്തി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. എങ്ങനെയാണോ ഇപ്പൊ നമ്മൾ കൊണ്ടു നടക്കുന്ന സിസ്റ്റങ്ങള് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗണപതി ഉപാസന അതിഗംഭീരാണ്. ഗണപതി ഉപാസന കൊണ്ടുള്ള ഫലങ്ങൾ ഗംഭീരാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന, പക്ഷെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കാൻ പറ്റുന്ന ഒരു ഗണപതിയുടെ നാമമാണ്. അത് വളരെ കേമത്തമാണ്. അത് നമുക്ക് ഉപാസനയിൽ എല്ലാ ദിവസവും ജയിക്കാൻ പറ്റും. ഇന്നൊരു കാര്യം നടക്കണം, ഇന്ന് ജപിച്ചു പോയാൽ കാര്യം നടക്കാനുള്ള സാധ്യതകൾ കൂട്ടുക, അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് അത് ജപിക്കുന്നത് ഗംഭീരാണ്, കേമത്വമാണ്. പെട്ടെന്നുള്ള ഫലപ്രാപ്തിക്ക് ആരെയാണ് പൂജിക്കേണ്ടത് എന്ന് തിരുമേനി പറഞ്ഞത് എല്ലാവരും കേട്ടുവല്ലോ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.